കേരളത്തിന്റെ വിപ്ലവ നായിക KR ഗൗരിയമ്മയ്ക്ക് അരൂരിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിലയിലുള്ള സ്മാരകം നിർമ്മിക്കുമെന്ന് അരൂർ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ഇതിനായി 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അരൂരിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് രേഖാമൂലം തന്നെ നൽകുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ഫണ്ടുകൾ വന്നതിന് ശേഷം അത് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫീസിബിലിറ്റി നോക്കിക്കൊണ്ട് നമ്മളത് അത്തരം വർക്കുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇപ്പോൾ പുതുക്കിയ ബജറ്റ്, അത് റിവൈസ്ഡ് ബജറ്റായിരുന്നു എല്ലാവർക്കും അറിയാം. വോട്ട് ഓൺ അക്കൗണ്ട് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റിവൈസ്ഡ് ബജറ്റ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി നമുക്ക് അർഹമായിട്ടുള്ള ഒരു പ്രാധാന്യം അരൂർ നിയോജക മണ്ഡലത്തിൻ്റെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാ സർക്കാരിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തുറവൂർ മാക്കേക്കടവ് റോഡ് പാർശ്വ സംരക്ഷണവും സൈഡ് ടൈൽ വിരിക്കണം, അതിന് 2.5 കോടി രൂപ ബഡ്ജറ്റിൽ പ്രൊവിഷനാക്കിയിട്ടുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുകൂലമായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. രണ്ടാമത് ചെങ്ങണ്ട തൃച്ചാറ്റുകുളം റോഡ് ചെയിനേജ്, അത് നമുക്ക് പുനരുദ്ധാരണത്തിന് വേണ്ടി 2 കോടി രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. അതും വളരെ പെട്ടെന്ന് തുടങ്ങാം. അറിയാം, ഏകദേശം 3-4 പഞ്ചായത്തുകളെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു റോഡാണ്. ആ റോഡ് മുഴുവൻ MLA റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. അന്ധകാരനഴി ഇല്ലിക്കൽ വെസ്റ്റ് മലക്കോടം റോഡ് BMDC, അത് ആ വർക്കിന് നമ്മൾ 2.5 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടം ഇതാ താഴെ വീഴാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ്. നമ്മളപ്പോൾ തന്നെ അത് അവരെ കാരണം ഒരു കാറ്റൊക്കെ അടിച്ച് എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ കെട്ടിടത്തിന് വേണ്ടി 75 ലക്ഷം രൂപ വകകൊടുത്തു. ഈ വർക്കുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങും. അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിപ്ലവ നായിക KR ഗൗരിയമ്മയ്ക്ക് സ്മരണകൾ നിലനിർത്താൻ തക്ക വിധത്തിലുള്ള ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്മാരകം അരൂരിൽ നിർമ്മിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും അരൂർ MLAയുമായ ഷാനിമോൾ പറഞ്ഞു. തുറവൂർ പാട്ടുകുളങ്ങരയിലെ MLA ക്യാമ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഷാനിമോൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനായി 1 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചതായി MLA പറഞ്ഞു. അരൂർ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പങ്കുവെക്കുന്നതിനാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അന്ധകാരനഴി ഇല്ലിക്കൽ വെസ്റ്റ് റോഡ് നിർമ്മിക്കുന്നതിന് 2.5 കോടി രൂപ അനുവദിച്ചു. ശോചനീയാവസ്ഥയിലുള്ള പാണാവള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നതിന് 75 ലക്ഷം രൂപ അനുവദിച്ചു. പണികൾ ഉടൻ ആരംഭിക്കും. പെരുമ്പളം പഞ്ചായത്തിൽ വാർത്തിക്കാട് പൂത്തോട്ട പാലത്തിനായി 100 കോടി രൂപ അനുവദിച്ചു. പെരുമ്പളത്തുകാർക്ക് പാലം വരുന്നതോടെ കോട്ടയത്തേക്കും എറണാകുളത്തേക്കും വേഗത്തിലെത്താൻ കഴിയുമെന്ന് MLA പറഞ്ഞു. ചെല്ലാനം മുതൽ അന്ധകാരനഴി വരെ കടൽഭിത്തി നിർമ്മിക്കും. ഇതിനായി 100 കോടി രൂപ അനുവദിച്ചു. അരൂർ മണ്ഡലത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി കൈതപ്പുഴ വേമ്പനാട് കായൽ തീരത്ത് കല്ലുകെട്ടും. എക്കൽവാരി നീരൊഴുക്ക് സുഗമമാക്കും. ഇതിനായി 100 കോടി രൂപ അനുവദിച്ചു. ഇരമല്ലൂർ കൊതപുറം പാലത്തിനായി 40 കോടി രൂപ ടോക്കണായി അനുവദിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഏറെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം. സാങ്കേതിക കാരണങ്ങൾ നിരത്തി വാട്ടർ അതോറിറ്റി വർഷങ്ങളായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് MLA പറഞ്ഞു. ഇതിന് പരിഹാരമായി 4 കുളങ്ങര ക്ഷേത്രത്തിന് സമീപം പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കും. ഇതിനായി 5 കോടി രൂപ അനുവദിച്ചു. തുറവൂരിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തുടർച്ചയായി വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത്. ഇതിന് പരിഹാരമായി തുറവൂരിൽ 11 kV സബ് സ്റ്റേഷൻ ആരംഭിക്കും. ഇതിനായി 160 കോടി രൂപ അനുവദിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പുത്തൻചന്തയിലെ അടിപ്പാത പരിഗണനയിൽ എത്തിച്ചു. കൂടാതെ അശാസ്ത്രീയ കാന നിർമ്മാണത്തിനും പരിഹാരമായി. കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച അരൂരിലെ ചില പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകുമെന്നും ഷാനിമോൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.